വജ്രമാല എവിടെ പോയത്? ഈ വീട്ടിലെ ഓരോ തരി മണ്ണും എനിക്കറിയാം. ആരെങ്കിലും ഇവിടെ കയറാതെ എന്റെ മാല പോകില്ല. സെക്യൂരിറ്റി, പോലീസിനെ വിളിക്കൂ. ഇപ്പോൾ തന്നെ കമ്മീഷണറെ ഫോണിൽ കിട്ടണം. എന്റെ മാല പോയത് ഈ വീട്ടിലെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ജീവനോടെ വെക്കില്ല. മിസ്സിസ് മേനോൻ പടികളിറങ്ങി താഴേക്ക് ഓടി വന്നു. അവരുടെ മുഖം ദേഷ്യം കൊണ്ടും പരിഭ്രമം കൊണ്ടും ചുമന്നു തൊടുത്തിരുന്നു. കഴുത്തിൽ അവർ എപ്പോഴും അണിയാറുള്ള കോടികൾ വിലമതിക്കുന്ന ആ പ്രശസ്തമായ അനന്തപുരി ഡയമണ്ട് നെക്ലസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്ന ആ ആഭരണം പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ജോലിക്കാർ പേടിച്ചു വിറച്ച് ഹാളിന്റെ നടുവിൽ വന്നു നിന്നു. മിസ്സിസ് മേനോൻ തന്റെ വജ്രമോതിരം ധരിച്ച കൈവിരലുകൾ വായുവിൽ വീശിക്കൊണ്ട് അലറി. അവരുടെ കണ്ണുകൾ ജനലിലൂടെ പുറത്തേക്ക് നീണ്ടു. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത്, എന്നാൽ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഗോൾഡൻ ഹൈറ്റ്സ് എന്ന പ്രദേശം. അവിടെ കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന വെള്ള നിറത്തിലുള്ള ആ കൂറ്റൻ ബംഗ്ലാവ്, ആധുനിക ആർക്കിടെക്ചറും പഴയ തറവാട് ശൈലിയും ഒത്തുചേർന്ന ഒരു വിസ്മയം. വലിയ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് അകത്തേക്ക് കയറുമ്പോൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത പുല്ലു പിടിപ്പിച്ച മനോഹരമായ ലാൻഡ്സ്കേപ്പ്. മുറ്റത്ത് 3-4 ലക്ഷറി കാറുകൾ വെയിലത്ത് തിളങ്ങി നിൽക്കുന്നു. വീടിനുള്ളിൽ കാല് കുത്തിയാൽ വായുവിൽ എപ്പോഴും വില കൂടിയ റൂം സ്പ്രേയുടെ ഗന്ധം പടർന്നു നിൽക്കും. തറയിൽ വിരിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളുകൾ. ചുവരുകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച വിചിത്രമായ പെയിന്റിങ്ങുകൾ. സ്വീകരണ മുറിയുടെ നടുവിൽ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന കൂറ്റൻ സ്ഫടിക വിളക്ക് പകൽ വെളിച്ചത്തിൽ പോലും വജ്രം പോലെ തിളങ്ങുന്നുണ്ട്. ആ ബംഗ്ലാവിനേക്കാൾ ഗാംഭീര്യമുള്ളതായിരുന്നു അതിന്റെ ഉടമസ്ഥ, മിസ്സിസ് മേനോൻ. 50കളിലും 30ന്റെ ചുറുചുറുക്കും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീ. നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അനിഷേധ്യ ശക്തി. കൃത്യമായി ഡ്രിം ചെയ്ത പുരുക്കങ്ങളും പരുക്കൻ ഭാവം ഒളിപ്പിച്ചു വെക്കുന്ന വില കൂടിയ മേക്കപ്പും അവരുടെ പ്രത്യേകതയാണ്. മിസ്സിസ് മേനോൻ വെറും ഒരു ബിസിനസ്സുകാരി മാത്രമല്ല, അധികാരത്തിന്റെ മുകളിലിരുന്ന് താഴെയുള്ളവരെ പുച്ഛത്തോടെ മാത്രം നോക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവർ. അവർക്ക് മനുഷ്യരെക്കാൾ വില അവരുടെ സ്റ്റാറ്റസിനും സമ്പത്തിനുമാണ്. കയ്യിൽ എപ്പോഴും പുതിയ മോഡൽ ഐഫോൺ ഉണ്ടാകും. പട്ടുസാരിയുടെ ഞൊറിവുകൾ പോലും തെറ്റാതെ തോളിൽ ഒരു വലിയ വജ്രമോതിരം തിളങ്ങുന്ന വിരലുമായി അവർ ആ വീടിനുള്ളിൽ ഒരു രാജ്ഞിയെപ്പോലെ നടക്കുന്നത്. അവരുടെ കണ്ണുകൾ ജനലിലൂടെ പുറത്തേക്ക് നീണ്ടു. അവിടെ വെയിലത്ത് തന്റെ പഴയ ചാക്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കിക്കൊണ്ടിരുന്ന സൂര്യനെ അവർ കണ്ടു. അവരുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. അവർക്ക് വേണ്ടത് തന്റെ നഷ്ടത്തിന് ഉത്തരവാദിയായ ഒരാളെയല്ല, മറിച്ച് ശിക്ഷിക്കാൻ എളുപ്പമുള്ള ഒരാളെയായിരുന്നു. ഈ സമയം ഈ ബംഗ്ലാവിലെ ബഹളങ്ങളൊന്നും അറിയാതെ സൂര്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നഗരം ഉണരുന്നതിനു മുൻപേ സൂര്യൻ ഉണരും. ഗോൾഡൻ ഹൈറ്റ്സ് എന്ന സമ്പന്ന മേഖലയിലെ വലിയ ബംഗ്ലാവുകൾക്ക് മുന്നിൽ സൂര്യൻ എത്തുമ്പോൾ നേരം വെളുത്തു വരുന്നതേയുള്ളൂ. ശ്രീമതി മേനോന്റെ ബംഗ്ലാവിന് പുറത്തെ വലിയ ചപ്പുകൊപ്പുകൾക്കിടയിൽ കയ്യിൽ ഒരു ഇരുമ്പ് കൊളുത്തും തോളിൽ കീറിപ്പറഞ്ഞ ഒരു വലിയ പ്ലാസ്റ്റിക് ചാക്കുമുണ്ട്. ചീഞ്ഞഴുകിയ ഭക്ഷണാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവൻ പ്ലാസ്റ്റിക് കുപ്പികളും ടിന്നുകളും ലോഹ കഷ്ണങ്ങളും വേർതിരിച്ചെടുക്കുന്നു. ആ മാലിന്യത്തിന്റെ രൂക്ഷഗന്ധം അവന്റെ ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവന്റെ മനസ്സ് നിറയെ വീട്ടിലെ കാര്യങ്ങളാണ്. പെട്ടെന്ന് അവന് ഒരു പഴയ പുസ്തകത്തിന്റെ കഷണം കിട്ടി. അവനത് ആവേശത്തോടെ എടുത്തു. തന്റെ വിയർപ്പ് പുരണ്ട കൈകൾ കൊണ്ട് അതിലെ പൊടി തട്ടി മാറ്റി. ഇന്ത്യയുടെ ചരിത്രം എന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. അത് ശ്രദ്ധയോടെ മടക്കി അവൻ തന്റെ ചാക്കിന്റെ ഒരു മൂലയിൽ വെച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു പാഴ്വസ്തുവല്ല, മറിച്ച് അറിവിലേക്കുള്ള ഒരു വാതിലായിരുന്നു. റെയിൽവേ ലൈനിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ കൂരയിലാണ് സൂര്യന്റെ താമസം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂര. അവിടെ ഒരു ചെറിയ കട്ടിലിൽ അവന്റെ അമ്മ ലക്ഷ്മി കിടപ്പുണ്ട്. ശ്വാസമുട്ടലും കഠിനമായ പനിയും കാരണം അവർ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കും. മരുന്നിനും ഭക്ഷണത്തിനുമുള്ള വക കണ്ടെത്താൻ സൂര്യൻ പാടുപെടുകയാണ്. അവന്റെ അനിയത്തി ഗൗരി 10ാം ക്ലാസ്സുകാരി. പഠിക്കാൻ മിടുക്കിയാണെങ്കിലും വീട്ടിലെ അവസ്ഥ കണ്ട് അവൾ പലപ്പോഴും പഠനം നിർത്താൻ ആലോചിക്കാറുണ്ട്. പക്ഷേ സൂര്യൻ സമ്മതിക്കില്ല. ഗൗരി, നീ പഠിക്കണം. നിന്റെ കയ്യിലുള്ള പേനയാണ് ഈ ലോകത്തെ മാറ്റാനുള്ള ഏക വഴി. ഞാൻ ഈ അഴുക്ക് ചുമക്കുന്നത് നിന്റെ കൈകളിൽ അഴുക്ക് പുരളാതിരിക്കാനാണ്. ഇതായിരുന്നു സൂര്യൻ അവളോട് എപ്പോഴും പറയാറുള്ളത്. അന്ന് രാവിലെ സൂര്യൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ലക്ഷ്മിയമ്മ അവനോട് ചോദിച്ചു, മോനെ, ഇന്ന് കുറച്ച് കഞ്ഞി കുടിക്കാനുള്ള അരി കിട്ടുമോ? സൂര്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഇന്നെനിക്ക് നല്ല കളക്ഷൻസ് കിട്ടും. വൈകുന്നേരം വരുമ്പോൾ അമ്മയ്ക്കുള്ള ഗുളികയും ഗൗരിക്കുള്ള പുതിയ നോട്ട്ബുക്കും ഞാൻ കരുതും. ബംഗ്ലാവുകൾക്ക് മുന്നിൽ അവൻ നിൽക്കുമ്പോൾ ഉള്ളിൽ വിശപ്പുയരുന്നുണ്ടായിരുന്നു. തലേ ദിവസം ബാക്കി വന്ന ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണമാണ് അവൻ രാവിലെ കഴിച്ചത്. കാലിലെ ചെരുപ്പ് പൊട്ടിയിരിക്കുന്നു. വെയിലത്ത് നഗ്നപാതനായി നടക്കുമ്പോൾ ടാർ റോഡിന്റെ ചൂട് അവന്റെ പാദങ്ങളെ പൊള്ളിക്കുന്നുണ്ട്. എങ്കിലും അവന്റെ മുഖത്ത് ഒരു പ്രതീക്ഷയുണ്ട്. വൈകുന്നേരം ആക്രിക്കടയിൽ ഈ ചാക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന 100-200 രൂപയാണ് അവന്റെ ലോകം. അവിടെ പോലീസ് വരാൻ പോകുന്ന കാര്യങ്ങൾ ഈ പാവം പയ്യൻ അറിഞ്ഞിരുന്നില്ല.
അവൻ ആ വലിയ മതിലിന് പുറത്തു നിന്നും ഒരു കുപ്പി കൂടി പെറുക്കി തൻ്റെ ചാക്കിലേക്ക് ഇട്ടു. ഉള്ളിൽ അവനൊരു പാട്ട് മൂളുന്നുണ്ടായിരുന്നു. ആ ബംഗ്ലാവിനുള്ളിലെ കുടില ബുദ്ധികൾ തൻ്റെ ജീവിതം തകർക്കാൻ പോവുകയാണെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അലറി വിളിച്ചുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് ആഡംബര ബംഗ്ലാവിൻ്റെ മുന്നിലേക്ക് പാഞ്ഞെടുത്തു. ടയറുകൾ ടാർ റോഡിൽ ഉരസുന്ന ശബ്ദവും സൈറണിൻ്റെ കാതടിപ്പിക്കുന്ന വിളിയും കേട്ട് സൂര്യൻ ഞെട്ടിപ്പോയി. തൻ്റെ ചാക്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിറയ്ക്കുന്നതിനിടയിൽ അവൻ തലയുയർത്തി നോക്കി. ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങിയത് ഇൻസ്പെക്ടർ സതീശൻ ആയിരുന്നു. ക്രൂരത മുഖമുദ്രയാക്കിയ മീശ പിരിച്ചു പിടിച്ച ഒരാൾ. ലോക്കൽ ഗുണ്ടകളെ പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. പിന്നാലെ 2 കോൺസ്റ്റബിൾമാരും. ബംഗ്ലാവിൻ്റെ ഉമ്മറത്തു നിന്നും മിസ്സിസ് മേനോൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇൻസ്പെക്ടർ, ദാ നിൽക്കുന്നു അവൻ. രാവിലെ മുതൽ എൻ്റെ വീടിന് ചുറ്റും കറങ്ങി നടക്കുകയായിരുന്നു. ഇവനല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല. സതീശൻ വലിയ ചുവടുകളോടെ സൂര്യൻ്റെ അടുത്തേക്ക് വന്നു. ഒന്നും മനസ്സിലാവാതെ പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു ആ 19 വയസ്സുകാരൻ. എന്താടാ നിന്റെ പേര്? സതീശൻ ഗർജിച്ചു. സൂര്യൻ സാർ. ഞാനിവിടെ ആക്രി. സൂര്യൻ പറഞ്ഞു തീർക്കുന്നതിന് മുൻപേ സതീശൻ്റെ വലത് കൈ അവൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. അടിക്കിട്ടിയ ആഘാതത്തിൽ സൂര്യൻ ദൂരേക്ക് തെറിച്ചു വീണു. അവൻ്റെ തോളിലുണ്ടായിരുന്ന ചാക്ക് നിലത്ത് വീണ് ചിതറി. അതിലുണ്ടായിരുന്ന പഴയ കുപ്പികളും സൂര്യൻ നിധി പോലെ സൂക്ഷിച്ച ആ പഴയ പുസ്തകവും മണ്ണിൽ വീണു. സാർ, ഞാൻ ഒന്നും ചെയ്തില്ല. സാർ എന്തിനാ എന്നെ അടിക്കുന്നത്? സൂര്യൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മിണ്ടരുത്. മിസ്സിസ് മേനോൻ്റെ വജ്രമാല എവിടെയടാ? മര്യാദയ്ക്കെടുത്തോ, അല്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും. സതീശൻ അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. മാലയോ? എന്തു മാല സാർ? എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് പോലുമില്ല. അവൻ കള്ളം പറയുകയാണ് ഇൻസ്പെക്ടർ. ഇവൻ്റെ സഞ്ചി നോക്കൂ, അതിൽ കാണും, മിസ്സിസ് മേനോൻ അധികാരത്തോടെ പറഞ്ഞു. സതീശൻ സൂര്യൻ്റെ ചാക്ക് കാലുകൊണ്ട് തട്ടിമറിച്ചു. അതിൽ കുപ്പികളും തുരുമ്പിച്ച ഇരുമ്പ് കഷ്ണങ്ങളും കീറിയ കടലാസുകളുമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. പക്ഷേ മാല കണ്ടില്ല എന്ന സത്യം സതീശനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അയാൾ സൂര്യൻ്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി. സാർ, എൻ്റെ വീട്ടിൽ രോഗിയായ അമ്മയുണ്ട്, അനുജത്തിയുണ്ട്. ഞാൻ കള്ളനല്ല സാർ, എന്നെ വിടൂ. സൂര്യൻ നിലത്ത് കിടന്നിഴഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. നിനക്ക് കിട്ടാനുള്ളത് കിട്ടുമ്പോൾ നീ താനെ വന്ന് എല്ലാം സമ്മതിച്ചുകൊള്ളും. ഇവനെ ജീപ്പിലോട്ടെടുത്തിടൂ, സതീശൻ ആജ്ഞാപിച്ചു. 2 പോലീസുകാർ ചേർന്ന് സൂര്യനെ വലിച്ചിഴച്ച് ജീപ്പിൻ്റെ പിന്നിലേക്ക് എറിഞ്ഞു. ആ ബംഗ്ലാവിൻ്റെ മതിലിൻ്റെ പുറത്ത് മണ്ണിൽ ചിതറിക്കിടന്ന ആ പഴയ പുസ്തകത്തിലേക്ക് നോക്കി സൂര്യൻ നിലവിളിച്ചു. പക്ഷേ സൈറണിൻ്റെ വലിയ ശബ്ദത്തിൽ അവൻ്റെ കരച്ചിൽ ആരും കേട്ടില്ല. ജീപ്പ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. മിസ്സിസ് മേനോൻ വിജയഭാവത്തിൽ തൻ്റെ ബംഗ്ലാവിനുള്ളിലേക്ക് നടന്നു. പാവപ്പെട്ടവൻ ആയതുകൊണ്ട് മാത്രം സൂര്യൻ ഒരു കുറ്റവാളിയായി മുദ്ര കുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു. സന്ധ്യ മയങ്ങിത്തുടങ്ങി. നഗരത്തിലെ വലിയ കെട്ടിടങ്ങളിൽ വർണ്ണവിളക്കുകൾ തെളിഞ്ഞു. പക്ഷേ സൂര്യൻ്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം മാത്രമായിരുന്നു. അമ്മ ലക്ഷ്മി കട്ടിലിൽ കിടന്ന് ശ്വാസമെടുക്കാൻ പാടുപെടുകയായിരുന്നു. ഓരോ ചുമ വരുമ്പോഴും അവരുടെ നെഞ്ച് വേദനിക്കുന്നുണ്ടായിരുന്നു. ഗൗരി, സമയം എത്രയായി മോളെ? സൂര്യൻ വന്നില്ലേ? ഇടറിയ ശബ്ദത്തിൽ ലക്ഷ്മി ചോദിച്ചു. ഗൗരി മുറ്റത്ത് വന്ന് ഇരുട്ടിലേക്ക് നോക്കി നിന്നു. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും സൂര്യൻ്റെ പഴയ ചെരുപ്പിൻ്റെ ശബ്ദം ദൂരെ നിന്ന് തന്നെ കേൾക്കാനുള്ളതാണ്. ഇല്ലമ്മേ, വരാറായിട്ടുണ്ടാകും. ഇന്ന് ചിലപ്പോൾ കൂടുതൽ ആക്രി കിട്ടിയിട്ടുണ്ടാകും. അതാകും വൈകുന്നത്. ഗൗരി അമ്മയെ സമാധാനിപ്പിച്ചു. ഗൗരി അടുക്കളയിൽ ഒരു പഴയ അലൂമിനിയം പാത്രം തുറന്നു നോക്കി. അതിൽ ഒരു തരി അരി പോലുമില്ല. രാവിലെ സൂര്യൻ പോകുമ്പോൾ പറഞ്ഞ വാചകം അവൾ ഓർത്തു. വൈകുന്നേരം വരുമ്പോൾ ഞാൻ അരിയും നിനക്ക് പുതിയൊരു നോട്ട്ബുക്കും വാങ്ങി വരും. വിശപ്പ് കാരണം അവളുടെ വയർ കരിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ പുറത്ത് കാത്തു നിന്നു. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു വണ്ടി വരുന്നത് കണ്ട് അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന്. പക്ഷേ അത് സൂര്യനായിരുന്നില്ല. അടുത്തുള്ള പാടത്ത് പണിയെടുക്കുന്ന കൃഷ്ണൻ ചേട്ടനായിരുന്നു. കൃഷ്ണൻ ചേട്ടാ, സൂര്യനെ കണ്ടോ? ഗൗരി ഓടിച്ചെന്ന് ചോദിച്ചു. കൃഷ്ണൻ തല താഴ്ത്തി നിന്നു. അയാൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. നഗരത്തിൽ സൂര്യനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ വാർത്ത ആ ചേരിയിൽ പടർന്നു കഴിഞ്ഞിരുന്നു. മോളെ, സൂര്യൻ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഏതോ വലിയ വീട്ടിലെ മാല മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആ വാക്കുകൾ കേട്ടതും ഗൗരിയുടെ കയ്യിലിരുന്ന ചെറിയ വിളക്ക് മണ്ണിൽ വീണു. അവൾ തറയിൽ തകർന്നിരുന്നു പോയി. അമ്മേ, അവൾ ഉച്ചത്തിൽ വിളിച്ചു. ലക്ഷ്മിയമ്മ എങ്ങനെയൊക്കെയോ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തെത്തി. തൻ്റെ മോൻ, എൻ്റെ മോൻ, അവനൊന്നും ചെയ്യില്ലടാ കൃഷ്ണ. അവൻ കഞ്ഞി കുടിച്ചില്ലെങ്കിലും കക്കില്ല. എൻ്റെ സൂര്യൻ അങ്ങനെ ചെയ്യില്ല. അവർ ആഞ്ഞു കരഞ്ഞു. അയൽപ്പക്കത്തെ പാവപ്പെട്ട ആളുകൾ അവിടെ ഓടിക്കൂടി. പക്ഷേ പോലീസിനോട് എതിർത്ത് സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. നമുക്ക് സ്റ്റേഷനിൽ പോയി നോക്കാം, ആരോ പറഞ്ഞു. സാർ,
എൻ്റെ മോൻ പാവമാണ്, അവനെ വിട്ടയക്കൂ. ലക്ഷ്മിയമ്മ ആ രാത്രിയിൽ ഇരുട്ടിലൂടെ പിറുവിറുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് നടക്കാൻ ശ്രമിച്ചു. പക്ഷേ ശ്വാസം മുട്ടൽ കാരണം അവർ വഴിയിൽ കുഴഞ്ഞു വീണു. ഗൗരി അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ വലിയ ബംഗ്ലാവിനുള്ളിലെ വജ്രമാലയുടെ പേരിൽ ഒരു രാത്രി മുഴുവൻ പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു കുടുംബം അവിടെ തകർന്നു കിടക്കുകയായിരുന്നു. ഈ സമയം അപ്പുറത്ത് സ്റ്റേഷനിലെ ഇരുട്ടിൽ സൂര്യൻ്റെ നിലവിളികൾ ഉയരുന്നുണ്ടായിരുന്നു. രാത്രി 10 മണിയായി. സ്റ്റേഷനിലെ പഴയ ഫാൻ കറങ്ങുന്നതിൻ്റെ ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കുന്നത്. ഒരു മൂലയിലുള്ള ചെറിയ ഇടുങ്ങിയ മുറിയിൽ സൂര്യനെ ഇരുത്തിയിരിക്കുകയാണ്. വിയർപ്പും ഭയവും കാരണം അവൻ്റെ ഷർട്ട് ദേഹത്തൊട്ടിപ്പിടിച്ചിരുന്നു. ഇൻസ്പെക്ടർ സതീശൻ തൻ്റെ മേശപ്പുറത്തിരുന്നിരുന്ന കട്ടിക്കൂടിയ ലാത്തി കയ്യിലെടുത്ത് സൂര്യൻ്റെ മുന്നിൽ വന്ന് നിന്നു. അയാൾ ഒന്നും മിണ്ടിയില്ല. പകരം ആ ലാത്തി കൊണ്ട് സൂര്യൻ്റെ കാലിന് തൊട്ടടുത്ത് മേശയിൽ ആഞ്ഞു തല്ലി. ആ വലിയ ശബ്ദം കേട്ട് സൂര്യൻ ഞെട്ടിവിറച്ചു. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ, എന്നെ വിടൂ. സൂര്യൻ്റെ ശബ്ദം ഇടർന്നു. ഡാ തെണ്ടി ചേർക്ക, നീ ഇപ്പോൾ എല്ലാം സമ്മതിച്ചാൽ നിനക്ക് വീട്ടിൽ പോകാം. നിന്റെ അമ്മയും അനിയത്തിയും അവിടെ പട്ടിണി കിടക്കുകയല്ലേ? അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? ഈ മാല എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ വെറുതെ വിടാം. സതീശൻ്റെ വാക്കുകൾ തേൻ പുരട്ടിയ കത്രിക പോലെയായിരുന്നു. സാർ, സത്യമായും എനിക്കറിയില്ല. ആ മാല ഞാൻ കണ്ടിട്ട് പോലുമില്ല. സൂര്യൻ സതീശൻ്റെ മുഖത്തെ ആ വ്യാജ പുഞ്ചിരി മാറി. അയാൾ സൂര്യൻ്റെ കഴുത്തിൽ പിടിച്ച് ഭിത്തിയിലേക്ക് അമർത്തി. മര്യാദയ്ക്ക് പറഞ്ഞോടാ, അല്ലെങ്കിൽ നിന്റെ അമ്മയെയും അനിയത്തിയെയും ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കും. അവരെയും ഇവിടെയിട്ട് പൂട്ടണോ നിനക്ക്? ആ വാക്കുകൾ കേട്ടതും സൂര്യൻ്റെ നെഞ്ച് തകർന്നുപോയി. വേണ്ട സാർ, അവരെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. അവർ പാവങ്ങളാണ്. എങ്കിൽ എഴുതി ഒപ്പിട്ട് തരൂ. നീയാണ് മാല മോഷ്ടിച്ചതെന്ന്. സതീശൻ ഒരു കടലാസ് അവൻ്റെ മുന്നിലേക്ക് നീട്ടി. സൂര്യൻ ആ കടലാസിലേക്ക് നോക്കി. അവൻ അത് ഒപ്പിട്ടാൽ മോഷ്ടാവായി മുദ്ര കുത്തപ്പെടും, ജയിലിൽ കിടക്കേണ്ടി വരും. അവൻ തല താഴ്ത്തി നിന്നു. സതീശൻ ദേഷ്യത്തോടെ അവൻ്റെ കവളിൽ ഒരടി കൂടി നൽകി. ഇവനെ ഇന്ന് രാത്രി മുഴുവൻ ലോക്കപ്പിലിടൂ. ആഹാരമോ വെള്ളമോ കൊടുക്കരുത്. നാളെ ഇവൻ്റെ ബുദ്ധി തെളിയും. സതീശൻ ആജ്ഞാപിച്ചു. 2 കോൺസ്റ്റബിൾമാർ ചേർന്ന് സൂര്യനെ ലോക്കപ്പിനുള്ളിലേക്ക് തള്ളിയിട്ടു. ആ ഇരുമ്പഴികൾക്ക് പിന്നിലിരുന്ന് സൂര്യൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അവൻ്റെ മനസ്സ് നിറയെ വീട്ടിലെ അമ്മയും ഗൗരിയുമായിരുന്നു. ഈ രാത്രിയിൽ അവർ എന്ത് കഴിച്ചിട്ടുണ്ടാകും? താനില്ലാതെ അവർ എങ്ങനെ കഴിയുന്നുണ്ടാകും? ആ ഇരുട്ടിൽ ലോക്കപ്പിൻ്റെ മൂലയിൽ ഒരു പഴയ കടലാസ് കെട്ട് പൊടി പിടിച്ച് കിടക്കുന്നത് അവൻ കണ്ടു. വിശപ്പും തളർച്ചയും കാരണം ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ അവൻ അറിയാതെ ആ കടലാസുകൾ കയ്യിലെടുത്തു. അതിലൂടെ അവൻ വിരലുകൾ ഓടിച്ചു. അത് വെറുമൊരു കടലാസല്ലായിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു അത്. മുഷിഞ്ഞ കവറിൽ മങ്ങിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു. അതിൽ ഭാരതത്തിൻ്റെ ഭരണഘടന, ഒരാമുഖം. വിശപ്പും ശരീരത്തിലെ വേദനയും കാരണം ഉറക്കം വരാതിരുന്ന ആ രാത്രിയിൽ സൂര്യൻ ആ പുസ്തകത്തിലെ താളുകൾ മറിച്ചു. മണ്ണെണ്ണ വിളക്കിൻ്റെ നേരിയ വെളിച്ചം ലോക്കപ്പിനുള്ളിലേക്ക് അരിച്ചെത്തുന്നുണ്ടായിരുന്നു. ഓരോ വരിയും വായിക്കുമ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ ഒരു പുതിയ ലോകം തുറക്കപ്പെട്ടു. അവകാശങ്ങളുടെ തിരിച്ചറിവ്. പുസ്തകത്തിലെ ആർട്ടിക്കിൾ 21 വായിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും. നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല. അവൻ കൂടുതൽ വായിച്ചു. സെക്ഷൻ 50. CRPC പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് തൻ്റെ കുറ്റം എന്താണെന്നറിയാനും വക്കീലിനെ കാണാനും അവകാശമുണ്ട്. പോലീസിന് ഒരാളെ 24 മണിക്കൂറിൽ കൂടുതൽ കോടതിയിൽ ഹാജരാക്കാതെ തടവിൽ വെക്കാൻ കഴിയില്ല. ഞാൻ ഒരാക്രി പെറുക്കുന്നവനായിരിക്കാം, പക്ഷേ ഈ രാജ്യത്തെ ഒരു പൗരനാണ്. എനിക്കും അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ട്, സൂര്യൻ സ്വയം പറഞ്ഞു. അവൻ ആ രാത്രി മുഴുവൻ ആ പുസ്തകത്തിൽ മുഴുകി. പോലീസ് തന്നെ മർദ്ദിച്ചത് നിയമവിരുദ്ധമാണെന്നും തെളിവില്ലാതെ തന്നെ തടഞ്ഞു വെച്ചത് തെറ്റാണെന്നും അവൻ മനസ്സിലാക്കി. ഭയം മെല്ലെ മെല്ലെ അവനെ വിട്ടുപോയി. പകരം ആത്മവിശ്വാസം ആ സ്ഥാനത്ത് വന്നു. നേരം വെളുത്തപ്പോൾ ഇൻസ്പെക്ടർ സതീശൻ വീണ്ടും ലോക്കപ്പിന് മുന്നിലെത്തി. അയാൾ ലാത്തി കൊണ്ട് അഴികളിൽ തട്ടി. എന്താടാ, ബുദ്ധി തെളിഞ്ഞോ നിനക്ക്? ഒപ്പിട്ട് തരുന്നോ അതോ അമ്മയെ ഇങ്ങോട്ട് വിളിപ്പിക്കണോ? സതീശൻ പരിഹാസത്തോടെ ചോദിച്ചു. സൂര്യൻ മെല്ലെ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ കണ്ണുകളിൽ പഴയ ഭയമുണ്ടായിരുന്നില്ല. അവൻ സതീശൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. സാർ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22 പ്രകാരം എന്നെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം രേഖാമൂലം അറിയിക്കാൻ എനിക്ക് അവകാശമുണ്ട്. എന്നെ മർദ്ദിച്ചത് മനുഷ്യാവകാശ ലംഘനമാണ്. 24 മണിക്കൂറിനുള്ളിൽ എന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ അത് നിയമവിരുദ്ധമായ തടങ്കലായി കണക്കാക്കും. കോടതിയിൽ ഞാനിത് പറയും. സതീശൻ ഞെട്ടിപ്പോയി. ഒരു രാത്രി കൊണ്ട് ഈ പയ്യൻ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്? അവൻ്റെ കയ്യിലിരുന്ന ആ പുസ്തകം സതീശൻ ശ്രദ്ധിച്ചു. നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വളർന്നോടാ? സതീശൻ ദേഷ്യപ്പെട്ടെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ പേടി അവനെ പിടികൂടി. സൂര്യൻ്റെ ശബ്ദത്തിലെ ആത്മവിശ്വാസം അയാളെ അസ്വസ്ഥനാക്കി. എടുക്കടാ ഇവനെ, കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കാം. അവിടെ വെച്ച് ഇവൻ്റെ ഈ വായടപ്പിക്കാം.
സതീശൻ ആജ്ഞാപിച്ചു. സൂര്യൻ ആ പഴയ പുസ്തകം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. താൻ ഒറ്റയ്ക്കല്ലെന്നും ഈ രാജ്യം തനിക്ക് നൽകിയ നിയമം തൻ്റെ കൂടെയുണ്ടെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. കോടതിയിലേക്ക് കൊണ്ടുപോകാനായി സൂര്യനെ ജീപ്പിൽ കയറ്റി. കൈവിലങ്ങുകൾക്കിടയിലും അവൻ ആ പഴയ ഭരണഘടനാ പുസ്തകം മുറുകെ പിടിച്ചിരുന്നു. ജീപ്പ് സ്റ്റേഷൻ കടന്ന് നഗരത്തിലൂടെ പായുമ്പോൾ വഴിയോരത്ത് തൻ്റെ ആക്രി പെറുക്കുന്ന സുഹൃത്തുക്കളെ അവൻ കണ്ടു. ജീവപര്യന്തം ജയിലിൽ പോകാൻ വിധിക്കപ്പെട്ടവനെ പോലെയാണ് സതീശൻ അവനെ നോക്കിയത്. എന്നാൽ സൂര്യൻ്റെ മനസ്സ് മറ്റൊന്നിലായിരുന്നു. ട്രാഫിക് സിഗ്നലിൽ ജീപ്പ് നിന്നപ്പോൾ സൂര്യൻ തൻ്റെ ഉറ്റ സുഹൃത്തായ കണ്ണനെ കണ്ടു. കണ്ണൻ ആക്രി പെറുക്കി തളർന്ന് ഒരു മരച്ചുവട്ടിലിരിക്കുകയായിരുന്നു. സൂര്യനെ ജീപ്പിൽ കണ്ടതും അവൻ ഓടി അടുത്ത് വന്നു. സൂര്യൻ, എന്തു പറ്റിയടാ നിനക്ക്? പോലീസ് എന്തിനാ നിന്നെ പിടിച്ചത്? കണ്ണൻ പരിഭ്രമത്തോടെ ചോദിച്ചു. സതീശൻ അവനെ ആട്ടി ഓടിക്കാൻ നോക്കിയെങ്കിലും സൂര്യൻ വേഗത്തിൽ പറഞ്ഞു. കണ്ണാ, എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാ. ഞാൻ മാല മോഷ്ടിച്ചെന്ന് അവർ പറയുന്നു. നീ ഒരു കാര്യം ചെയ്യണം. മിസ്സസ് മേനോൻ്റെ ബംഗ്ലാവിൻ്റെ പുറകുവശത്തെ കുപ്പത്തൊട്ടിയിൽ ഒന്ന് പരിശോധിക്കണം. അവിടെ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കണം. സതീശൻ സൂര്യൻ്റെ തലയ്ക്ക് ഒരു അടി കൊടുത്തു. മിണ്ടരുത്. ആരാടാ നീ ഓർഡർ ഇടാൻ? പക്ഷേ സൂര്യൻ വിട്ടില്ല. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണാ, ആ ബംഗ്ലാവിലെ ഡ്രൈവർ വിവേകിനെ ഒന്ന് ശ്രദ്ധിക്ക്. അവൻ്റെ പുതിയ ഷൂസ് എവിടെ നിന്നാണെന്ന് നോക്ക്. CCTV പരിശോധിക്കാൻ ആരോടെങ്കിലും പറയണം. ജീപ്പ് മുന്നോട്ട് പാഞ്ഞു. കണ്ണൻ അവിടെ തറഞ്ഞു നിന്നു. തൻ്റെ കൂട്ടുകാരൻ ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. സൂര്യൻ നൽകിയ ആ ചെറിയ സൂചനകൾ, ഡ്രൈവർ വിവേകും അവൻ്റെ പുതിയ ഷൂസും കണ്ണൻ്റെ മനസ്സിൽ പതിഞ്ഞു. കണ്ണൻ ഉടൻ തന്നെ കോളനിയിലെ മറ്റ് ആൺകുട്ടികളെയും കൂട്ടി. നമ്മുടെ സൂര്യൻ കുടുങ്ങിയിരിക്കുകയാണ്. അവൻ കള്ളനല്ല. നമുക്കവനെ സഹായിക്കണം. ആ രാത്രിയിൽ തന്നെ കണ്ണനും സംഘവും രഹസ്യമായ അന്വേഷണം തുടങ്ങി. അവർ മിസ്സസ് മേനോൻ്റെ ബംഗ്ലാവിനടുത്തുള്ള കടകളിലെ ക്യാമറകൾ പരിശോധിക്കാൻ ശ്രമിച്ചു. പോലീസിനെ പേടിയുണ്ടായിരുന്നുവെങ്കിലും സൂര്യന് വേണ്ടി അവർ ഒന്നിച്ചു. ആക്രി പെറുക്കുന്നവരുടെയും പാവപ്പെട്ടവരുടെയും ആ വലിയ ശൃംഖല ഉണർന്നു. അവിടെ വെച്ചാണ് അവർ ഒരു പ്രധാന കാര്യം അറിഞ്ഞത്. സംഭവ ദിവസം രാവിലെ മിസ്സസ് മേനോൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡെലിവറി ബോയ് വേഗത്തിൽ പോകുന്നത് ചിലർ കണ്ടിരുന്നു. അത് വിവേകിൻ്റെ അനിയനായിരുന്നു. ഈ വിവരങ്ങൾ എങ്ങനെ കോടതിയിലെത്തിക്കും? സൂര്യൻ ഇപ്പോൾ തടവിലാണ്. അവർക്ക് ഒരു വക്കീലിനെ വയ്ക്കാൻ പണമില്ല. എങ്കിലും അവർ ഒരു പ്ലാൻ തയ്യാറാക്കി. സൂര്യൻ കോടതിയിൽ നിൽക്കുമ്പോൾ ഈ തെളിവുകൾ അവൻ എത്തിച്ചു കൊടുക്കണം. ഈ സമയം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ തിരക്കേറിയ ഹാൾ. ഫാനിൻ്റെ നേരിയ ശബ്ദമൊഴിച്ചാൽ അവിടെ കനത്ത നിശബ്ദതയായിരുന്നു. കൈവിലങ്ങുകളുമായി കീറിപ്പറഞ്ഞ ഷർട്ടും വാടിയ മുഖവുമായി സൂര്യൻ പ്രതിക്കൂട്ടിൽ നിന്നു. ദൂരെ ബെഞ്ചിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന അമ്മയെയും ഗൗരിയെയും അവൻ നോക്കി. അവൻ്റെ നെഞ്ചോട് ചേർന്ന് ആ പഴയ ഭരണഘടനാ പുസ്തകം അപ്പോഴും ഉണ്ടായിരുന്നു. മിസ്സിസ് മേനോൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് രാഘവൻ കറുത്ത കോട്ടിൻ്റെ കോളർ ശരിയാക്കി ഗൗരവത്തിൽ എഴുന്നേറ്റ് നിന്നു. യുവർ ഓണർ, ഇതൊരു സാധാരണ മോഷണമല്ല. നഗരത്തിലെ ആദരിക്കപ്പെടുന്ന ബിസിനസ്സുകാരിയായ മിസ്സിസ് മേനോൻ്റെ കോടികൾ വിലമതിക്കുന്ന വജ്രമാലയാണ് ഈ പയ്യൻ കവർന്നത്. ഇവൻ ഒരാക്രി പെറുക്കുന്നവനാണ്. ദാരിദ്ര്യം ഇവനെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റിയിരിക്കുന്നു. മോഷണം നടന്ന സമയം ഇവൻ ആ വീടിന് ചുറ്റുമുണ്ടായിരുന്നു എന്നതിന് കൃത്യമായ സാക്ഷികളുണ്ട്. ഇവനെപ്പോലെയുള്ളവർ പുറത്തിറങ്ങിയാൽ അത് സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ഇവന് ജാമ്യം നൽകരുത്. കഠിന ശിക്ഷ തന്നെ ഇവന് നൽകണം. ഇത് കേട്ട് സൂര്യൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. ഇൻസ്പെക്ടർ സതീശൻ വിജയഭാവത്തിൽ സൂര്യനെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. ജഡ്ജി സൂര്യനെ നോക്കി ചോദിച്ചു. സൂര്യൻ, നിനക്ക് വേണ്ടി വാദിക്കാൻ വക്കീലുണ്ടോ? അതോ സർക്കാർ വക്കീലിനെ ഏർപ്പാടാക്കണോ? സൂര്യൻ ഒരു നിമിഷം ആ പുസ്തകത്തിലേക്ക് നോക്കി. പിന്നെ തലയുയർത്തി ജഡ്ജിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ബഹുമാനപ്പെട്ട ജഡ്ജി അവർകളെ, എനിക്ക് വക്കീലില്ല. വക്കീലിനെ വയ്ക്കാൻ എൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ശേഷിയുമില്ല. ഭാരത ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39A പ്രകാരം സാമ്പത്തികമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്ക് നീതി നിഷേധിക്കപ്പെടരുത് എന്നും അവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പാക്കണമെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ കേസിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് തന്നെ നേരിട്ട് വാദിക്കാൻ അനുവദിക്കണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എനിക്ക് നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി എനിക്കും നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് അനുവാദം നൽകണം. കോടതി മുറിയിലാകെ ഒരു മന്ത്രണം പടർന്നു. 10ാം ക്ലാസ് പോലും തികച്ചു പഠിക്കാത്ത ഒരു ആക്രി പയ്യൻ ഭരണഘടനാ അനുച്ഛേദങ്ങൾ മനപ്പാഠം പറയുന്നത് കേട്ട് ജഡ്ജി അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഒന്നുകൂടി കണ്ണട ശരിയാക്കി സൂര്യനെ നോക്കി. സൂര്യൻ, നീ ഭരണഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നിനക്ക് നിന്റെ ഭാഗം വിശദീകരിക്കാൻ അനുവാദം നൽകുന്നു. പറയൂ. സൂര്യൻ ഇൻസ്പെക്ടർ സതീശനെ നോക്കി. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ CRPC സെക്ഷൻ 50 പ്രകാരം അറസ്റ്റിൻ്റെ കാരണം രേഖാമൂലം എനിക്ക് നൽകിയോ? ഇല്ല. ആർട്ടിക്കിൾ 22 പ്രകാരം എന്നെ മർദ്ദിക്കാതെയും പീഡിപ്പിക്കാതെയും 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിയമമുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെ ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? സതീശൻ പതറിപ്പോയി.
സൂര്യൻ ജഡ്ജിക്ക് നേരെ തിരിഞ്ഞു. യുവർ ഓണർ, ദാരിദ്ര്യം ഒരിക്കലും ഒരു കുറ്റമല്ല. ഞാൻ അവിടെ ആക്രി പെറുക്കാൻ പോയത് എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാണ്. എൻ്റെ കയ്യിലുള്ള ഈ ചാക്കിൽ മാലിന്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാല മോഷ്ടിച്ചതിന് എന്തെങ്കിലും തെളിവോ വിരലടയാളമോ പോലീസിൻ്റെ പക്കലുണ്ടോ? ഇല്ല. കേവലം സംശയത്തിൻ്റെ പേരിൽ ഒരു പൗരനെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് നീതിയല്ല. എനിക്ക് 3 ദിവസത്തെ സമയം തരൂ. യഥാർത്ഥ കള്ളനെ ഞാൻ നിയമത്തിന് മുന്നിൽ എത്തിക്കാം. അതുവരെ എനിക്ക് പോലീസിൻ്റെ പീഡനത്തിൽ നിന്നും സംരക്ഷണം നൽകണം. സൂര്യൻ്റെ വാദങ്ങളിലെ വ്യക്തതയും നിയമപരമായ അറിവും ജഡ്ജിയെ വല്ലാതെ സ്വാധീനിച്ചു. ആ പയ്യൻ്റെ കണ്ണുകളിലെ സത്യസന്ധതയും ആത്മവിശ്വാസവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജഡ്ജി ചുറ്റികയടിച്ച് പറഞ്ഞു, കോടതി സൂര്യന് 3 ദിവസം സമയം അനുവദിക്കുന്നു. സൂര്യനെ മർദ്ദിക്കാനോ പീഡിപ്പിക്കുവാനോ പാടില്ലെന്ന് പോലീസിന് കർശന നിർദ്ദേശം നൽകുന്നു. സൂര്യൻ, നിന്റെ പക്കൽ തെളിവുണ്ടെങ്കിൽ അത് 3 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണം. സൂര്യൻ മജിസ്ട്രേറ്റിനെ വണങ്ങി പുറത്തേക്ക് നടന്നു. സതീശൻ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു. തൻ്റെ കയ്യിലുള്ള ആ പുസ്തകം വെറുമൊരു പേപ്പർ കെട്ടല്ല, മറിച്ച് തന്നെ രക്ഷിക്കാൻ വന്ന ദൈവമാണെന്ന് സൂര്യൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ സൂര്യൻ്റെ കയ്യിൽ 3 ദിവസത്തെ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്പെക്ടർ സതീശൻ ദേഷ്യത്തോടെ അവനെ നോക്കി. 3 ദിവസം കൊണ്ട് നീ എന്ത് ചെയ്യുമടാ? ആകാശത്തു നിന്നും മാല വീഴുമോ? സതീശൻ പരിഹസിച്ചു. പക്ഷേ സൂര്യൻ ഭയന്നില്ല. അവൻ നേരെ പോയത് തൻ്റെ സുഹൃത്തായ കണ്ണൻ്റെ അടുത്തേക്കാണ്. കണ്ണ, എനിക്ക് നിന്റെ സഹായം വേണം. മിസ്സസ് മേനോൻ്റെ വീട്ടിലെ ഡ്രൈവർ വിവേകിനെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവൻ സാധാരണ ഇടുന്ന ഷൂസല്ല അന്നിട്ടിരുന്നത്. ഒരു പുതിയ ബ്രാൻഡഡ് ഷൂസായിരുന്നു. ഒരു ആക്രി പറക്കുന്നവൻ്റെ കണ്ണിൽ നിന്നും അതൊരിക്കലും മായില്ല. ആ ഷൂസിൻ്റെ വില എനിക്കറിയാം. സൂര്യനും കണ്ണനും ചേർന്ന് മിസ്സസ് മേനോൻ്റെ ബംഗ്ലാവിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ചായക്കടയിലിരുന്നു. അവിടെയുള്ള CCTV ക്യാമറകൾ അവർ ശ്രദ്ധിച്ചു. കണ്ണ, ആ കടയിലെ ചേട്ടനോട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് ചോദിക്കണം. മോഷണം നടന്ന ദിവസം രാവിലെ അവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്നറിയണം. ആദ്യം കടയുടമ സമ്മതിച്ചില്ലെങ്കിലും സൂര്യൻ തൻ്റെ കയ്യിലുള്ള ഭരണഘടനാ പുസ്തകം ഉയർത്തിപ്പിടിച്ചു. സാർ, ഒരു നിരപരാധിയെ സഹായിക്കുന്നത് നിയമപരമായ കടമയാണ്. കോടതി എനിക്ക് അന്വേഷിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. സൂര്യൻ്റെ വാക്കുകളിലെ ഗാംഭീര്യം കണ്ട് കടയുടമ CCTV ദൃശ്യങ്ങൾ കാണിച്ചു. അതിൽ ഒരു സുപ്രധാന കാര്യം അവൻ കണ്ടു. രാവിലെ 8:15 ഒരു റെഡ് കളർ ടീഷർട്ട് ധരിച്ച ഡെലിവറി ബോയ് ബംഗ്ലാവിൻ്റെ പിൻവശത്തെ മതിലിനടുത്ത് വരുന്നു. വിവേക് തൻ്റെ കാർ കഴുകുന്നതിനിടയിൽ ഒരു ചെറിയ പാഴ്സൽ ആ ഡെലിവറി ബോയ്ക്ക് കൈമാറുന്നു. സൂര്യൻ പെട്ടെന്ന് പറഞ്ഞു, ദാ ഇതാണ് ആ തെളിവ്. വിവേക് മാല പുറത്തേക്ക് കടത്തിയത് ഈ ഡെലിവറി ബോയ് വഴിയാണ്. സൂര്യൻ വിവേകിനെ പിന്തുടരാൻ തീരുമാനിച്ചു. വിവേക് ഒരു ആഡംബര ഹോട്ടലിൽ തൻ്റെ സുഹൃത്തുക്കളുമായി മദ്യപിക്കുന്നത് അവൻ കണ്ടു. ഒരു സാധാരണ ഡ്രൈവർക്ക് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി? സൂര്യൻ തൻ്റെ പഴയ മൊബൈലിൽ വിവേക് പണം ചിലവാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി. എന്നാൽ ഈ സമയം ഇൻസ്പെക്ടർ സതീശൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ സൂര്യനെ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് തടഞ്ഞു. നീ വലിയ ഡിറ്റക്റ്റീവ് ആകണ്ട. ആ ഫോൺ ഇങ്ങി തന്നേക്ക്. സതീശൻ ലാത്തി ഓങ്ങി. സൂര്യൻ ഒരടി പിന്നോട്ട് മാറി. സാർ, IPC സെഷൻസ് 201 പ്രകാരം തെളിവ് നശിപ്പിക്കുന്നത് കുറ്റകരമാണ്. നിങ്ങൾ എന്നെ തടയുന്നത് കോടതിയലക്ഷ്യമാണ്. ഞാൻ ഒച്ച വെച്ചാൽ നാട്ടുകാർ കൂടും. അപ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. സൂര്യൻ്റെ ധൈര്യത്തിന് മുന്നിൽ സതീശൻ പതറിപ്പോയി. അവൻ അവിടെ നിന്ന് പിന്മാറി. മിസ്സിസ് മേനോനും അവരുടെ ഡ്രൈവർ വിവേകും കോടതിയിലുണ്ടായിരുന്നു. സൂര്യൻ പറഞ്ഞു തുടങ്ങി, യുവർ ഓണർ, ഇതാ CCTV ദൃശ്യം. മിസ്സിസ് മേനോൻ്റെ വീട്ടിലെ ഡ്രൈവർ വിവേക് തൻ്റെ അനിയന് ഒരു പാഴ്സൽ കൈമാറുന്നതായി CCTVയിലുണ്ട്. ആ പാഴ്സലിൽ മാലയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിവേകിൻ്റെ അനിയൻ ആകാശിനെ പോലീസ് തിരഞ്ഞാൽ മാല കണ്ടെത്താം. കൂടാതെ വിവേകിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം വൻ തുക വന്നിട്ടുണ്ട്. ഒരു ഡ്രൈവർക്ക് ഇത്രയും പണം എവിടെ നിന്ന് വന്നു? ഇത് കേട്ട് വിവേക് വിറയ്ക്കാൻ തുടങ്ങി. ജഡ്ജി ഉടൻ തന്നെ വിവേകിനെ ചോദ്യം ചെയ്യാൻ ഉത്തരവിട്ടു. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ വിവേക് സത്യം സമ്മതിച്ചു. മിസ്സിസ് മേനോൻ്റെ അമിതമായ വിശ്വാസത്തെ അവൻ ചൂഷണം ചെയ്യുകയായിരുന്നു. സൂര്യനെ ഒരു ഇരയാക്കി മാറ്റി രക്ഷപ്പെടാനായിരുന്നു അവൻ്റെ പ്ലാൻ. കോടതി മുറിയിൽ ജഡ്ജിയുടെ ചിറ്റിക ശബ്ദിച്ചു. ഓർഡർ, ഓർഡർ. യഥാർത്ഥ കള്ളനായ വിവേകിനെയും അവൻ്റെ അനിയനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇൻസ്പെക്ടർ സതീശൻ്റെ മുഖം കുനിഞ്ഞുപോയി. ജഡ്ജി തൻ്റെ വിധി പ്രസ്താവം വായിച്ചു. സൂര്യൻ എന്ന 19 വയസ്സുകാരൻ പൂർണ്ണമായും നിരപരാധിയാണെന്ന് ഈ കോടതി കണ്ടെത്തുന്നു. തെളിവില്ലാതെ ഒരാളെ തടഞ്ഞു വെച്ചതിനും മർദ്ദിച്ചതിനും ഇൻസ്പെക്ടർ സതീശനെ സസ്പെൻഡ് ചെയ്യുന്നു. കൂടാതെ സൂര്യൻ്റെ കുടുംബത്തിനുണ്ടായ മാനഹാനിക്കും കഷ്ടപ്പാടുകൾക്കും നഷ്ടപരിഹാരമായി മിസ്സിസ് മേനോൻ 50 ലക്ഷം രൂപ നൽകണം. സൂര്യൻ, നീ ഇന്ന് നിന്റെ നിരപരാധിത്വം മാത്രമല്ല തെളിയിച്ചത്, ഒരു സാധാരണക്കാരന് നിയമം എങ്ങനെ കവചമാകുമെന്ന് കാണിച്ചു തന്നു. നിനക്ക് പോകാം. നീ സ്വതന്ത്രനാണ്. സൂര്യൻ കോടതി മുറിക്ക് പുറത്തേക്കിറങ്ങി. 5-6 ദിവസത്തെ പീഡനങ്ങളുടെയും ഉറക്കമില്ലായ്മയുടെയും ക്ഷീണം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ വിജയത്തിൻ്റെ തിളക്കമായിരുന്നു. കോടതിയുടെ പടികളിൽ അവനെ കാത്ത്
അമ്മ ലക്ഷ്മിയും ഗൗരിയും നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും ഗൗരി ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ചേട്ടാ, എനിക്കറിയാമായിരുന്നു നീ ഒന്നും ചെയ്യില്ലെന്ന്. എനിക്ക് പേടിയാവുന്നു. അവൾ ഏങ്ങിക്കരഞ്ഞു. സൂര്യൻ അവളുടെ തലയിൽ തലോടി. കരയേണ്ട ഗൗരി, സത്യം എപ്പോഴും ജയിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭരണഘടന നമ്മളെ കൈവിടില്ല എന്ന്. അപ്പുറത്ത് ചുമച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ സൂര്യൻ കണ്ടു. അവൻ മെല്ലെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് സൂര്യൻ്റെ മുഖം ചേർത്ത് പിടിച്ചു. ഇത് കണ്ടപ്പോൾ സൂര്യൻ ആകെ വിഷമമായി. അമ്മേ, എന്നോട് ക്ഷമിക്ക്. കുറച്ച് ദിവസം അമ്മയെ ഞാൻ ഒറ്റയ്ക്കാക്കി. ഇനി ഞാൻ എങ്ങും പോകില്ല. സൂര്യൻ അമ്മയുടെ കാലുകൾ തൊട്ട് വന്ദിച്ചു. അമ്മ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറുകെ കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനത്തിൽ ദിവസങ്ങളോളം അനുഭവിച്ച വേദനയും സങ്കടവും അലിഞ്ഞുപോയി. ചേരിയിലെ മറ്റു സുഹൃത്തുക്കളും കണ്ണനും ചുറ്റും നിന്ന് കൈയടിച്ചു. പാവപ്പെട്ടവൻ്റെ മകൻ ജയിച്ചു വരുന്നത് അവർക്കൊരു അത്ഭുതമായിരുന്നു. മിസ്സിസ് മേനോൻ തൻ്റെ ലക്ഷറി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ സൂര്യൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ പ്രതികാരമായിരുന്നില്ല, മറിച്ച് ഒരു തിരിച്ചറിവായിരുന്നു. തൻ്റെ കയ്യിലുള്ള ആ പഴയ ഭരണഘടനാ പുസ്തകം അവൻ ഉയർത്തിപ്പിടിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇനി ഈ നഗരത്തിൽ ഒരു സൂര്യനും കള്ളനായി മുദ്രകുത്തപ്പെടില്ല. കാരണം അറിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ വൈകുന്നേരം അവർ സ്വന്തം കൂരയിലേക്ക് മടങ്ങി. പക്ഷേ ഇന്ന് ആ വീട്ടിൽ ഇരുട്ടായിരുന്നില്ല. കണ്ണനും സുഹൃത്തുക്കളും ചേർന്ന് അവിടെ കുറച്ച് മെഴുകുതിരികൾ തെളിയിച്ചിരുന്നു. സൂര്യൻ ആ പഴയ പുസ്തകം പൂജാമുറിയിൽ എന്ന പോലെ മേശപ്പുറത്ത് വെച്ചു. അവൻ ഗൗരിയെ അരികിൽ വിളിച്ചിരുത്തി പറഞ്ഞു, ഗൗരി, നാളെ മുതൽ നീ സ്കൂളിൽ പോകണം. നമുക്ക് കിട്ടുന്ന പണം കൊണ്ട് നിന്നെ ഞാൻ വലിയ നിലയിലെത്തിക്കും. നീയും ഒരു വക്കീലാകണം. പാവപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നമ്മളുണ്ടാകണം. അമ്മ ലക്ഷ്മി അടുക്കളയിൽ കഞ്ഞി തിളപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കഞ്ഞിയുടെ മണം സൂര്യന് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരമായി തോന്നി. അവൻ ജാലകത്തിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കി. അവിടെ ഒരു നക്ഷത്രം തിളങ്ങുന്നുണ്ടായിരുന്നു, നീതിയുടെ നക്ഷത്രം. 5 വർഷങ്ങൾക്ക് ശേഷം നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറിയിരിക്കുന്നു. എന്നാൽ മാറ്റം ഏറ്റവും കൂടുതൽ പ്രകടമായത് റെയിൽവേ ലൈനിനരികിലുള്ള ആ പഴയ കോളനിയിലായിരുന്നു. അന്ന് അവിടെ തകരക്കൂരകളില്ല. പകരം വൃത്തിയുള്ള ചെറിയ വീടുകളും പൂത്തു നിൽക്കുന്ന ചെടികളുമുണ്ട്. ആ കോളനിയുടെ കവാടത്തിൽ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിരുന്നു, ഭരണഘടനാ നഗർ, മാതൃകാ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ നടുവിൽ വലിയൊരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. അതിനു മുകളിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ട്, സൂര്യ ലീഗൽ എയ്ഡ് ആൻഡ് എഡ്യൂക്കേഷൻ സെൻറ്റർ. അവിടെ ഒരു വലിയ ഹാളിൽ 30ഓളം കുട്ടികൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ആക്രി പെറുക്കുന്നവരുടെയും ദിവസ കൂലിക്കാരുടെയും മക്കളാണ്. ഇവരുടെ മുന്നിൽ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ടൊരു വാചകം എഴുതിയിരിക്കുന്നു, അറിവാണ് കരുത്ത്. ഹാളിൻ്റെ വാതിൽ തുറന്ന് കറുത്ത വക്കീൽ കോട്ടും വെള്ള ഷർട്ടും അണിഞ്ഞ ഒരാൾ അകത്തേക്ക് വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ 5 വർഷം മുമ്പത്തെ ആ മെലിഞ്ഞ പയ്യനല്ല അവൻ ഇന്ന്. അവൻ്റെ മുഖത്തിപ്പോൾ ഒരു വക്കീലിൻ്റെ ഗാംഭീര്യവും ആത്മവിശ്വാസവുമുണ്ട്. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചാണ്. ആരും നിങ്ങളെ അഴുക്കായോ പാഴ്വസ്തുവായോ കാണാൻ പാടില്ല. ഈ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് തുല്യനീതിയാണ്. കുട്ടികൾ ആവേശത്തോടെ അവനെ നോക്കി നിന്നു. സൂര്യൻ്റെ അനിയത്തി ഗൗരി ഇപ്പോൾ ലോ കോളേജിൽ 3ാം വർഷം വിദ്യാർത്ഥിനിയാണ്. അവൾ അവിടെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ലക്ഷ്മി ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയാണ്. അവർ ആ സെൻറ്ററിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. സൂര്യൻ തൻ്റെ ഓഫീസിലേക്ക് കയറി. മേശപ്പുറത്ത് ഇന്നും അവനൊരു നിധി പോലെ സൂക്ഷിക്കുന്ന ആ പഴയ കീറിപ്പറഞ്ഞ ഭരണഘടനാ പുസ്തകം ഇരിപ്പുണ്ട്. ഈ പുസ്തകം എനിക്ക് വിലപ്പെട്ടതാണ്. ഇത് എന്നും എന്റെ ഓഫീസിലെ ഈ മേശപ്പുറത്ത് കിടക്കും. ഇത് ഞാൻ എന്നും നിധി പോലെ കാത്തു സൂക്ഷിക്കും. പഴയ ജീപ്പ് സെന്ററിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് പഴയ ഇൻസ്പെക്ടർ സതീശനായിരുന്നു. യൂണിഫോം ഇല്ലാതെ സാധാരണ വസ്ത്രം ധരിച്ച സതീശൻ. സർവീസിൽ നിന്നും പുറത്തായ അയാൾ ഇന്ന് ആകെ തകർന്നിരിക്കുന്നു. അയാൾ വിറയ്ക്കുന്ന കൈകളുമായി സൂര്യൻ്റെ മുന്നിൽ വന്നു നിന്നു. സൂര്യൻ, നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ ദ്രോഹിച്ചതിന് ദൈവം എനിക്ക് ശിക്ഷ തന്നു. എൻ്റെ വീട് ജപ്തിയായി. എനിക്ക് നിയമപരമായൊരു സഹായം വേണം. നീ മാത്രമേ എന്നെ സഹായിക്കാൻ കാണുമെന്ന് തോന്നി. സൂര്യൻ ഒന്ന് പുഞ്ചിരിച്ചു. അവൻ സതീശനെ ഇരിക്കാൻ ക്ഷണിച്ചു. സാർ, നിയമം ആർക്കും എതിരല്ല. അത് സത്യത്തിൻ്റെ കൂടെയാണ്. നിങ്ങൾ അന്ന് ചെയ്തത് ഒരു തെറ്റായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഇനി ഒരിക്കലും ഒരു പാവപ്പെട്ടവൻ്റെയും കണ്ണുനീർ വീഴ്ത്തരുത്. സതീശൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു കാലത്ത് താൻ ചവിട്ടി മെതിച്ച ആ പയ്യൻ ഇന്ന് തനിക്ക് താങ്ങായി നിൽക്കുന്നത് കണ്ട് അയാൾ തല താഴ്ത്തി. സന്ധ്യയായി. സൂര്യൻ തൻ്റെ ഓഫീസിലെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. നഗരം ഇരുട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ അവൻ്റെ കോളനിയിലെ ഓരോ വീട്ടിലും ഇപ്പോഴും അറിവിൻ്റെയും നീതിയുടെയും വെളിച്ചം തിളങ്ങുന്നുണ്ട്. മിസ്സിസ് മേനോനിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാര തുക മുഴുവൻ അവൻ ആ ഗ്രാമത്തിലെ കുട്ടികളുടെ പഠനത്തിനായാണ് ചിലവാക്കിയത്. സൂര്യൻ തൻ്റെ കോട്ട് അഴിച്ചു വെച്ചു. അവൻ ആ പഴയ ഭരണഘടനാ പുസ്തകം കയ്യിലെടുത്തു. അതിൻ്റെ ആദ്യത്തെ പേജിൽ അവൻ ഇങ്ങനെ എഴുതി ചേർത്തു, ദാരിദ്ര്യം കൊണ്ട് ദിക്കറിയാതെ ഉഴലുന്നവർക്ക്
നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ഈ പുസ്തകം ഒരു വഴികാട്ടിയാവട്ടെ. കാരണം അറിവുള്ള ഒരു ദരിദ്രൻ അറിവില്ലാത്ത 1000 സമ്പന്നരേക്കാൾ കരുത്തനാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. സൂര്യൻ്റെയും അവൻ്റെ കോളനിയുടെയും ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇരുട്ടുണ്ടാവില്ല. കാരണം അവർ ഭരണഘടനയുടെ വെളിച്ചം കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അറിവുകൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും എങ്ങനെ നേരിടാമെന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണമായിരുന്നു ഈ പോരാട്ടം. ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ കഥകളും ജീവിതത്തിന് കരുത്തു പകരുന്ന മോട്ടിവേഷൻ വീഡിയോകളും ഇനിയും കാണാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരറിവുമായി മറ്റൊരു പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.